ഗൈസ്, ഇപ്പോൾ നമ്മൾ കോട്ടയത്തെത്തി പൊന്നായി അഡ്മിറ്റ് ചെയ്തു. നമ്മൾ ലാസ്റ്റായിട്ട് ഡോക്ടറെ കാണാൻ, അതായത് ചെക്കപ്പിന് വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് വ്യാഴാഴ്ച വരണം, അതായത് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച വരണം എന്നാണ് പറഞ്ഞത്. അപ്പം വ്യാഴാഴ്ചന് ഒരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്നത് നല്ല ലോങ് ആണ്. അപ്പം വ്യാഴാഴ്ച വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വ്യാഴാഴ്ച ഇറങ്ങി സ്കാനിങ്ങും കഴിഞ്ഞ് പിന്നെ അഡ്മിഷൻ എടുത്ത് അത് ഭയങ്കര ചടങ്ങായിട്ട് തോന്നി. കാരണം അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് സ്കാനിങ് കഴിയുമ്പോഴത്തേക്ക് പൊന്നെ ഭയങ്കരമായിട്ട് ടയർഡാകും. ഒന്നാമത് നല്ല ക്ഷീണവും നല്ല ടയർഡും നല്ല 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 പെയിനൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ബുധനാഴ്ച തന്നെ നമ്മൾ നേരെ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടയത്തേക്ക് വന്നു. കൂടെ അമ്മ ഉണ്ടായിരുന്നു, അമ്മായും ഞാനും പൊന്നായും കൂടെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ നമ്മൾ പുറത്ത് റൂം എടുത്തു. റൂമിൽ നമ്മളിപ്പോൾ പുറത്തെടുത്ത റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ റൂം. അപ്പം ഈ റൂമിലാണ് എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച നമ്മളിവിടെ വന്ന് ബുധനാഴ്ച ഇവിടെ വന്ന് വ്യാഴാഴ്ച രാവിലെ സ്കാൻ ചെയ്യാൻ പോയി. നമ്മളോട് പറഞ്ഞിരുന്നില്ല PV ഉണ്ടാവുമെന്ന്. അപ്പോൾ അവിടെ ചെന്ന് PV ഉണ്ടായിരുന്നു. 9 മണിക്ക് പോയിട്ട് ഏകദേശം 11-12 മണിയൊക്കെ ആയി നമ്മൾ തിരിച്ച് ഇറങ്ങി. റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് തിരിച്ചിറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഉച്ച സമയമൊക്കെ ആയി. 1 മണിക്ക് ശേഷമാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നത്. അങ്ങനെ ചെക്കപ്പ് കാര്യങ്ങൾ വെയിറ്റ് കാര്യങ്ങളെല്ലാം നോക്കി അഡ്മിഷൻ എഴുതിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയി. അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കിട്ടി. വാർഡിലേക്ക് നമുക്കിപ്പം പേ വാർഡ് എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പം സിസേറിയനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വാർഡിലെത്തി. നമ്മൾ വ്യാഴാഴ്ച ഇവിടെ അതായത് ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ആളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ സ്കൂട്ടർ നമ്മൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലോങ് ആണ്. അതായത് മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ ഷോപ്പുകളിലേക്ക് അതിലെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ തന്നെ നമ്മൾ പുറത്തേക്ക് വന്നാൽ നല്ല ലോങ് ആണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വണ്ടി ഞാൻ ഇവിടെ കോട്ടയത്ത് എത്തിച്ചു. അത് ഭയങ്കര ഒരു എന്താ പറയുക, അതില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ വണ്ടിയും കൂടി ഇല്ലായിരുന്നു ആൾ പെട്ടുപോയി. കാരണം നമുക്ക് ഈ ഒരു ഏരിയ അറിയത്തില്ല, എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പേ വാർഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ അത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. കാരണം പേ വാർഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇനിയിപ്പോൾ ആൾക്കാർ പോകുന്നതനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അത് കാരണം ഇപ്പോഴും നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ദിവസം കഴിയുന്ന കേസ്. അപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിസേറിയൻ്റെ ഡേറ്റ്. അതുപോലെ തിങ്കളാഴ്ച ഒരു സ്കാനിങ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് കേസ്. എന്താ വെച്ചാൽ നമ്മളിപ്പം ആണുങ്ങൾക്ക് അങ്ങനെ അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റത്തില്ല. ബൈസ്റ്റാൻഡറായിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ, അതും അവർക്കും ചില സമയത്ത് അവരെ പറഞ്ഞ് വെളിയിൽ വിടും ചില സമയങ്ങളിൽ. അതായത് ഹസ്ബൻഡ്സിനോ അല്ലെങ്കിൽ എന്താ പറയുക വിസിറ്റേഴ്സിനൊന്നും അലൗഡ് അല്ല. നമുക്ക് വാർഡിലോട്ടൊന്നും കയറാനോ അല്ലെങ്കിൽ അങ്ങനെ പോയി കാണാനോ ഒന്നും പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം അത്രയും പെയിൻ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ കൂടില്ലാതിരിക്കുന്ന അവർക്കും ഒരു ഭയങ്കര ടെൻഷനും സങ്കടവും ഒക്കെയാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ടെൻഷൻ, അതായത് പുറത്ത് നിൽക്കുന്നവരുടെ ടെൻഷൻ സത്യം പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിന് എത്രത്തോളം ഇതുണ്ടെന്നുള്ള കാര്യം. പൊന്നാടുകൂടെ വാർഡിൽ ഇപ്പോൾ നിൽക്കുന്ന അമ്മയാണ് കേസ്. അപ്പം പൊന്നായെ വെള്ളയൊക്കെ ഇട്ട് കാണുമ്പോൾ എന്താ വേണ്ടേ, വല്ലാത്തൊരു കാരണം അത് എന്താ ഇപ്പം നമുക്ക് ഇന്ന് ഒരു 5 മിനിറ്റെങ്കിലും പോയിരുന്ന് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൽ സംസാരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലാന്നൊന്നും പറയാൻ പറ്റിയ ഒരു അവസരം നേരിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇപ്പം സെക്യൂരിറ്റീസ് ഭയങ്കരമാണ് കേസ്. നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറി നമ്മളൊന്ന് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കിന് അവർ മയക്കുന്ന അനൗൺസ്മെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വെളിയിൽ പോകണം എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വെളിയിൽ വിടുന്ന ഒരവസ്ഥ. നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയാണ്. പൊന്നായി അഡ്മിറ്റ് ചെയ്തിട്ട് അന്ന് രാത്രിയിൽ ഒരു നമ്മൾ വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. കാരണം പൊന്നായോ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ മൈക്കിൽ കൂടെ വിളിച്ച് പറയും, ഇന്നാൾ മുകളിലേക്ക് കയറി ചെല്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറയും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ വെളിയിൽ ആ മൈക്ക് സൗണ്ട് കേൾക്കുന്നത് അതെവിടെയാണോ അവിടെ തന്നെ ക്ലിയറായിട്ട് അവിടെ നിൽക്കുന്നത്. കാരണം എങ്ങാനും എന്തെങ്കിലും ഇതിൽ വിളിക്കുക നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കും. അപ്പം രാത്രിയിൽ പിന്നെ ഡോക്ടർമാരെ കാണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫൈബ്രോയിഡ് ഉള്ളത് കാരണം ഇച്ചിരി കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉള്ള കാര്യത്തിൽ നമുക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ
നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ട്. പൊന്നാക്ക് അടിപൊളിയായിട്ട് ടെൻഷൻ ഉണ്ട് കേസ്, നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. അവൾ പുറത്ത് കാണിക്കത്തില്ല, അവൾ ചിരിച്ചോടെ. ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ അവരെല്ലാം മുമ്പിൽ നിന്ന് ചിരിച്ചിട്ട് കുഴപ്പമില്ലെന്ന് മാത്രമേ പറഞ്ഞു. പക്ഷേ ഉള്ളിൽ എത്രത്തോളം കത്തുന്നുണ്ടെന്ന് എനിക്ക് നല്ല വ്യക്തികളെ ഗൈനക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടർമാരും കൂടെ കൂടിയിട്ടാണ് കേസ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ പൊന്നാക്ക് സിസേറിയൻ ആയതുകൊണ്ടും പൊന്നായി നോക്കുന്ന ഡോക്ടർമാരെ ഒരു 5 പേര് കുറയാതെ ഉണ്ട്. അവരെല്ലാം കൂടെ ഇരുന്നിട്ട് പൊന്നായത് വൈകുന്നേരം വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയണ്ടേ സത്യവാങ്മൂലം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ എന്താ പറയുക നമ്മളെ കൊണ്ട്, അതായത് പൊന്നായെ കൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കായിരുന്നു, ഞാൻ അമ്മായും കൂടെ. അപ്പോൾ ഒത്തിരി നേരമായിട്ടും പൊന്നായൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആദ്യം ഉണ്ടാവുമല്ലോ, ഒത്തിരി നേരമായി കയറിപ്പോട്ടെ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല ഈ ഒരു അവസ്ഥയിൽ. അത് പുറത്തേക്കുമ്പോൾ അത് പുറത്തേക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഇതാണ് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ കയറി പൊന്നെ ചെന്നും അവർ പൊന്നയുടെ കൈപ്പടയിൽ തന്നെ എഴുതി വാങ്ങിച്ചു. അതായത് അത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കാണുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടർമാരത് എഴുതാൻ പറയുന്ന സമയത്ത് അത് പൊന്നെ എഴുതുമ്പോൾ നമുക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും. കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലെല്ലാം എഴുതി ചേർത്ത് പിടിപ്പിച്ചത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അവരുടെ രീതിയിൽ നീങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൊന്നയും കൊണ്ട് എഴുതിപ്പിച്ചു, സൈൻ ചെയ്തു. കാരണം കുഞ്ഞിൻ്റെയും അത് ഭയങ്കര ദുരന്ത ഗൈസ്. അത് ഇപ്പം എങ്ങനെ പറയണമെന്ന് എഴുതുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും ഗൈസ്, ഭയങ്കര ഡൗൺ ആയിപ്പോകും. പൊന്നയെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഒപ്പൊക്കെ എഴുതിപ്പിച്ച് പിന്നെ എന്നെ വിളിപ്പിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഞാനും ഒപ്പും സൈനൊക്കെ ചെയ്ത് ഗൈസ്. സത്യം പറയാനുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാണ്ടായിപ്പോകും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഈ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്കറിയത്തില്ല ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഇന്നടത്ത് പോകണം അല്ലെങ്കിൽ ഇന്നത് ഇവിടെയാണ് എന്നുള്ളത് നമുക്കറിയാം ഗൈസ്. അപ്പം ഇപ്പം ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എന്താണ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ബ്ലഡ് വേണം പൊന്നാക്കി. ഇതിപ്പോൾ സിസേറിയൻ ആയതാണ്, കോംപ്ലിക്കേഷൻസ് കൂടുതലായതാണ്, ബ്ലീഡിങ് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കുറേ യൂണിറ്റ് ബ്ലഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് ഭയങ്കര ഓട്ടമായിരുന്നു, ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും ഉറക്കില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങേ സൈഡിൽ കൊണ്ട് കൊടുത്ത് അത് നടന്നു പോകാനുള്ള ദൂരമല്ല, അതിനേക്കാളും ദൂരമുണ്ട്. എന്തോ പ്രായത്തിൽ വണ്ടി കൊണ്ടുവന്ന കേസ് അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അത് കാരണം ഹെവി റിസ്ക്കാണ് കേസ്. റിസ്ക് മീൻസ് നമുക്കറിയത്തില്ല, ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ ഇതിപ്പോൾ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു പുതുമയായിട്ടൊന്നും തോന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഭയങ്കര ത്രില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം നമുക്കൊരു ബേബി വരാൻ പോകുന്നു, നമ്മൾ മാറാൻ പോകുന്നു, മീൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകാൻ പോകുന്നു, ഒരു പേരൻറ്റിങ്ങിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം അതങ്ങനെ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും എന്താ പറയുക ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്ര ഹാപ്പിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആകുന്ന ഒരു നിമിഷം വരിക. പക്ഷേ പിടിച്ച് നിന്നേ പറ്റുള്ളൂ. കാരണം മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. പൊന്നായിക്ക് ഒരാപത്തും പറ്റാതെ, അതായത് പൊന്നായിക്കും കുഞ്ഞിനും ഒരാപത്തും പറ്റാതെ രണ്ടുപേരെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടണം. അപ്പം നമ്മളിപ്പോൾ എത്ര സങ്കടപ്പെട്ടിരുന്നു പറഞ്ഞാലും യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നെഗറ്റീവായിട്ട് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നോ നമ്മുടെ ലൈഫിലും നെഗറ്റീവ്സ് മാത്രമേ വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം പൊന്നായും അങ്ങനെ ഇപ്പം ചിന്തിക്കാറില്ല, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാറില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നുള്ളൂ. കാരണം നമുക്ക് പോസിറ്റീവായിട്ട് സംഭവിച്ചാൽ മതി, നെഗറ്റീവ് വേണ്ട, നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്സ് വേണ്ട. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. ഈ ഉള്ളിലെ സങ്കടങ്ങളും വിഷമങ്ങളും മറച്ചു വെച്ചിട്ട് പുറത്ത് ചിരിക്കുന്ന കാണുമ്പോൾ പൊന്നായി കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു വിഷമമാണ് കേസ്. കുറച്ച് നേരം അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് ഇവിടെ പറ്റില്ല. കാരണം നമുക്ക് അലൗഡല്ല, അവിടെ പെർമിഷൻ ഇല്ല, കയറാൻ ഒരു പെർമിഷൻ ഇല്ലാത്തത് കാരണം. പിന്നെ വ്ളോഗൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേസ്. കാരണം നമുക്ക് കയറാൻ പറ്റാത്തത് നമുക്ക് വീട്ടിൽ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ പൊന്നടുത്ത് പോയിരുന്ന് പൊന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് കേസ്. പക്ഷേ അവളുടെ അടുത്തിരിക്കുമ്പോൾ അവൾ സങ്കടപ്പെടുത്തിയെങ്കിലും നമുക്ക് ഒരു സങ്കടം ഉണ്ടാകും. കാരണം അത്രയും വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടാണല്ലോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ് കേസ്. ഇവിടെ പിന്നെ നമ്മൾ ഈ റൂം എടുത്തേക്കുന്നതാണല്ലേ, നമുക്ക് ഇപ്പോൾ ഒരു പേവാടി കെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യും കേസ്. കാരണം നമുക്ക് ഈ സാധനങ്ങൾ നമ്മുടെ ബാഗ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസാണ്. അപ്പം ഇപ്പോൾ റൂം ഇല്ലെങ്കിൽ എനിക്കും കിടക്കാനൊരു സ്പേസ് ഇല്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പുറത്ത് റൂം എടുത്തേക്കുന്നത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മളൊരു ചെറിയ റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേസ്. കാരണം എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, കാരണം എൻ്റെ പൊന്നായിക്കും നമുക്ക് വരാൻ പോകുന്ന ബേബിക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഓടുന്നതൊക്കെ. ഇപ്പം
അതിപ്പോൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ എല്ലാം ഒളിപ്പിച്ച് വെച്ചാൽ നമ്മളെ കൊണ്ട് ചില സമയത്ത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ് ഗൈസ്. കാരണം നമ്മൾ ഇന്നതേ സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ ചിന്തിക്കില്ല. കാരണം നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എന്തായാലും സിസേറിയാണ്, പെയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞ അത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാം അംഗീകരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം ഗൈസ്. എല്ലാം അടിപൊളിയാവും, യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ എല്ലാം ഹാപ്പി ആയിട്ട്, ഒരു നെഗറ്റീവും ഇല്ലാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ കുഞ്ഞ് വരികയും ചെയ്യും. എൻ്റെ പെണ്ണായിട്ട് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.